CPM ഭരിക്കുന്ന പാലക്കാട് വല്ലങ്ങി വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ ഗുരുതര ക്രമക്കേടെന്ന് അന്വേഷണ റിപ്പോർട്ട്. നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ വായ്പകൾ അനുവദിച്ചതായി ജില്ലാ ജോയിന്റ് രജിസ്ട്രാർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്മേൽ തുടരന്വേഷണം നടത്തുന്നതിന് സഹകരണ വകുപ്പ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടു. ബാങ്കിലെ ക്രമക്കേട് സംബന്ധിച്ച വാർത്ത നേരത്തെ ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവരുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, സഹകരണ മേഖലയിൽ CPMന്റെ തട്ടിപ്പിന്റെ കൂടുതൽ കഥകൾ തന്നെയാണോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ഈ വായ്പകൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തിരിമറി തന്നെയാണോ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്? ഒപ്പം റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് വിശദമാക്കുന്നത്? തുടർന്നുള്ള അന്വേഷണവും. തീർച്ചയായും സുരേഷ്, ഈ സഹകരണ മേഖലയിലെ CPMന്റെ ക്രമക്കേടുകൾ തുടരുന്നു എന്നുള്ളതാണ്. CPM ഭരിക്കുന്ന പാലക്കാട് വല്ലങ്ങി വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് വായ്പാ വിതരണത്തിലാണ് ഇപ്പോൾ ഗുരുതര ക്രമക്കേട് എന്ന് സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. സഹകരണ വകുപ്പ് കൊല്ലങ്കോട് യൂണിറ്റ് ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിലാണ് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ വായ്പകൾ അനുവദിച്ചതായി കണ്ടെത്തുകയും ജില്ലാ ജോയിന്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ടിന്മേൽ തുടരന്വേഷണം നടത്തുന്നതിന് സഹകരണ വകുപ്പ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ട്. സംഘത്തിൽ ആരംഭിച്ച മെമ്പേഴ്സ് മ്യൂച്വൽ ബെനിഫിറ്റ് സ്കീം ലേലസംഖ്യ ജാമ്യം വാങ്ങാതെ നൽകിയത് വഴിയും അടവ് ലഭിക്കാത്തത് ഉൾപ്പെടെ വഴിയും പലിശ ഉൾപ്പെടെ 2023 ജൂലൈ വരെ ബാങ്കിന് 46,63,839 രൂപ ഈടാക്കാൻ ായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ മതിയായ ജാമ്യം വാങ്ങുന്നതിന് പകരം എഴുതാത്ത സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ടതിനാലും നിയമപരമല്ലാതെ ഈട് സ്വീകരിച്ച് തുക നൽകിയതിനാലും പരിശോധന കാലയളവിൽ 3 സെക്രട്ടറിമാർ ഗുരുതര വീഴ്ച വരുത്തിയതായി തെളിഞ്ഞതായും റിപ്പോർട്ടിലുണ്ട്. ബാങ്കിലെ ക്രമക്കേട് സംബന്ധിച്ച് നമ്മൾ ജനം TV നേരത്തെ തന്നെ വാർത്ത പുറത്തുവിട്ടിരുന്നു. CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും നെമ്മാറ മനങ്ങോട് വി അനിൽകുമാർ, അതായത് പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയായിരുന്നു പരാതിയുമായി രംഗത്തെത്തിയത്. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഉൾപ്പെടെ പരാതി നൽകുകയായിരുന്നു. 4.65 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വസ്തുവിന് ആധാരം രജിസ്റ്റർ ചെയ്തതിന്റെ അടുത്ത ദിവസം തന്നെ 25 ലക്ഷം രൂപ വായ്പ നൽകിയെന്നും അതുപോലെ തന്നെ ഹാജരാക്കേണ്ട രേഖകൾ സ്വീകരിക്കാതെയാണ് വായ്പ നൽകിയത് എന്നും 2018 പാർട്ടിയുടെ അന്നത്തെ ഏരിയ കമ്മിറ്റി അംഗം, ബാങ്ക് പ്രസിഡന്റ്, ലോക്കൽ കമ്മിറ്റി അംഗം, ബാങ്കിലെ ജീവനക്കാരൻ എന്നിവരടക്കം 5 പേരാണ് വായ്പാ അപേക്ഷകളിൽ തീരുമാനമെടുത്തതെന്നും 38 പേർക്ക് വായ്പ നൽകുക വഴി 8 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതെന്ന് ഉൾപ്പെടെയായിരുന്നു ഈ പാർട്ടി അംഗം തന്നെ ഈ ബാങ്കിനെതിരെ ഗുരുതരമായ പരാതി ഉന്നയിച്ചിരുന്നത്. പക്ഷേ നിലവിൽ ഏതായാലും ആ കോടികൾ സംബന്ധിച്ചുള്ള കോടികളുടെ അഴിമതി നടന്നതായി സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷണത്തിൽ പുറത്തു വന്നിട്ടില്ല. കൂടുതൽ വിശദമായ അന്വേഷണം ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ വരുന്നത്. ആ അന്വേഷണത്തിൽ ഇനിയും കോടികളുടെ അഴിമതി കഥകൾ പുറത്തു വരും എന്നുള്ള വിമർശനവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. നിലവിൽ ഏതായാലും ഗുരുതര ക്രമക്കേട് ഈ ബാങ്കിൽ നടന്നിട്ടുണ്ട് എന്നുള്ള അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അരുൺ, ഇവിടെ ഇത്തരത്തിലുള്ള ഈ ക്രമക്കേടുകൾ തുടർക്കഥയാകുമ്പോൾ കൃത്യമായ ഇടപെടൽ CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പലതരത്തിലുള്ള ക്രമക്കേടുകൾ ആവർത്തിക്കുന്നത് എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. കാരണം ഈ നേതൃത്വത്തിൻ്റെ അറിവോടെ തന്നെയാണ് ഇതൊക്കെയും നടക്കുന്നത് എന്നുകൂടി ഇതിലൂടെ ഊഹിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രമക്കേടുകൾ ആവർത്തിക്കുന്നത്, കൃത്യമായ പരിശോധനകളില്ലാത്തത്, പരാതികൾ ഉണ്ടായിട്ടും നടപടികൾ പോലും ഇല്ലാതിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും സുരേഷ്, കൃത്യമായി തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ക്രമക്കേടെന്ന പരാതി ഉയർന്നത് ആദ്യം തന്നെ ഈ പരാതിക്കാരൻ പരാതി ഉന്നയിച്ചത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് ഉൾപ്പെടെയാണ് എന്നുള്ളതാണ്. പക്ഷെ സംസ്ഥാന നേതൃത്വത്തിന് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും അതിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, നമ്മൾ ജനം TV ഈ വാർത്ത പുറത്തുവിടുന്ന വേളയിൽ പ്രദേശത്തെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം ഇതിൽ പുറത്തുവിട്ടിരുന്നു. അന്ന് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഏരിയ സെക്രട്ടറിയോട് ഉൾപ്പെടെ ചോദിച്ചതാണ് ഇത്തരത്തിൽ ക്രമക്കേടെന്ന പരാതി ഉയരുമ്പോൾ അതിൽ എന്താണ് CPMന് പറയാനുള്ളത്. അത്തരത്തിൽ യാതൊരു ക്രമക്കേടും ഇല്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ ബോധപൂർവം ഉണ്ടാക്കുന്ന പരാതിയാണ്, അല്ലെങ്കിൽ ബാങ്കിനെ കരിവാരിത്തേക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെയായിരുന്നു ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞതിൽ നിന്നും നേരെ വിപരീതമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ സഹകരണ വകുപ്പിന്റെ തന്നെ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഈ നേതാക്കൾ തന്നെ ഈ ബാങ്കിലെ പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കിനെ അഴിമതിക്ക് കുടപിടിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ്. നിലവിൽ ഏതായാലും ഈ സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ CPM ഭരിക്കുന്ന വല്ലങ്ങി വിത്തനശ്ശേരി സഹകരണ ബാങ്കിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. CPM ഭരിക്കുന്ന പാലക്കാട് വല്ലങ്ങി വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലാണ് ഗുരുതര ക്രമക്കേടുണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നടത്തുന്നതിന് സഹകരണ വകുപ്പ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാറാണ് ഉത്തരവ് നൽകിക്കഴിഞ്ഞത്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.